ടെഹ്റാന് നേരെ ആക്രമണം കടുപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ടെഹ്റാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം നടത്തുന്നത്. അതായത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇസ്രയേലും അമേരിക്കയും നടത്തുന്നത്. ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. മാത്രമല്ല കുവൈറ്റിൽ വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. സൗദിയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടുണ്ട്, പ്രിൻസ് സുൽത്താൻ എയർപോർട്ട്, അതിൻ്റെ സമീപത്ത് ആക്രമണം നടത്തിയിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ബഹ്റൈനിൽ, കുവൈറ്റിൽ, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ എല്ലായിടത്തും ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം ദിവസം കഴിയുന്തോറും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? അല്ല, അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇന്നലെ രാത്രി കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞിരുന്നു അമേരിക്കയും ഒരുപക്ഷെ ഇസ്രായേലും. ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതും അത്ര കുറഞ്ഞ കാര്യമല്ല. ഇറാനെ ഏതാണ്ട് എല്ലാ രീതിയിലും ഈ ടെഹ്റാൻ എന്ന് പറയുന്ന നഗരം ശരിക്കും കത്തുകയാണ്. എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഇറാൻ ചെറിയ രാജ്യമല്ല, അല്ലെങ്കിൽ ഇറാൻ ചെയ്യാൻ പറ്റുന്നത് വലിയ വലിപ്പത്തിലാണെന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ലോഞ്ചറുകൾ, അത് മിസൈൽ ലോഞ്ചറുകൾ, ഒരുപക്ഷെ ഡ്രോൺ ലോഞ്ചറുകൾ ഇസ്രായേലിൻ്റെ കണ്ണിൽ പെടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ AI സംവിധാനം ഉപയോഗിച്ച് നോട്ടിഫൈ ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള മൊത്തയിടത്തും ഈ പറഞ്ഞ ആക്രമണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.